കൊണ്ടോട്ടി നഗരസഭ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം MLA TV ഇബ്രാഹിം നിർവഹിച്ചു. നഗരസഭയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ ബസിന് കണക്കാക്കി നേരത്തെ വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിനാൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ലെന്ന് ഭിന്നശേഷി വാർഡ് സഭയിൽ രക്ഷിതാക്കൾ നിർദ്ദേശമുന്നയിച്ച സാഹചര്യത്തിലാണ് നഗരസഭ ഈ പദ്ധതി ആരംഭിച്ചത്. നിലവിൽ ഉച്ചഭക്ഷണവും ചായയും ചെറുകടിയുമാണ് നൽകിയിരുന്നത്. പദ്ധതി മാതൃകാപരമാണെന്നും ജില്ലയിൽ തന്നെ ബഡ് സ്കൂളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊണ്ടോട്ടി നഗരസഭ ആയിരിക്കുമെന്നും ഭരണസമിതി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ആ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ആശ്വാസമാകുന്ന ഒരു പദ്ധതിയാണ് പണ്ട് 1962 കുട്ടികളോടൊപ്പം പുട്ടും കടലയും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചാണ് MLAയും ജനപ്രതിനിധികളും ചടങ്ങിൽ ഉദ്ഘാടനത്തിൽ പങ്കാളികളായത്. ചെയർപേഴ്സൺ നിദ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഫിറോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C മിനിമോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റംല കൊടവണ്ടി, കൌൺസിലർമാരായ സ്വാലി കുന്നുമൽ, റഹ്മത്തുള്ള P, ഷാഹിദ N, ICDS സൂപ്പർവൈസർ ഷൈബി ഷമീർ, PTA വൈസ് പ്രസിഡന്റ് ജസീന, അബ്ദുൽ ലത്തീഫ്, പ്രധാനാധ്യാപിക ഖൗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.